ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നേ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയല്ലോ. ഞാനിവിടെ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 ഇതുപോലത്തെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡുകളും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരേ വലുപ്പത്തിൽ നമ്മൾ ഇതിന് ഒരു പഴത്തിന് 3 ആക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 3 പഴം നമ്മൾ ഒരേ കനത്തിൽ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മൈദ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആ മാവിനെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കിയതിന് ശേഷം അതുമേ ഈ ജീരകമൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ പഴം മൈദമാവിൽ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുക്കിയതിന് ശേഷമുള്ള ബാക്കി വന്ന മൈദമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീരകമൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റും ആണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.